പവർ ആംപ്ലിഫയേഴ്സ് യൂസിങ് BJT എന്ന് പറയുന്ന പോർഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ തന്നെ ക്ലാസ് A ആംപ്ലിഫയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ക്ലാസ് B ആംപ്ലിഫയർ. നമുക്കറിയാം ക്ലാസ് A ആംപ്ലിഫയറിൽ എഫിഷ്യൻസിയും കുറവായിരുന്നു, അതുപോലെ തന്നെ ഹീറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ രണ്ട് പ്രോബ്ലംസും അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് B ആംപ്ലിഫയേഴ്സ് വന്നത്. ക്ലാസ് B ആംപ്ലിഫയേഴ്സ് വെയർ ഇൻവെൻറ്റഡ് ആസ് എ സൊല്യൂഷൻ ടു ദ എഫിഷ്യൻസി ആൻഡ് ഹീറ്റിംഗ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദി ക്ലാസ് A ആംപ്ലിഫയർ. ക്ലാസ് B ആംപ്ലിഫയറിൻ്റെ ഒരു ബേസിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും. അതൊന്നെങ്കിൽ BJT ആയിരിക്കും അല്ലെങ്കിൽ FET ആയിരിക്കും. ഫോർ ഈച്ച് ഹാഫ് ഓഫ് ദി വേവ് ഫോം വിത്ത് ഇറ്റ്സ് ഔട്ട്പുട്ട് സ്റ്റേജ് കോൺഫിഗേർഡ് ഇൻ എ പുഷ് പുൾ ടൈപ്പ് അറേഞ്ച്മെൻറ്റ്. പുഷ് പുൾ ടൈപ്പ് അറേഞ്ച്മെൻറ്റിലാണ് ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോ ദാറ്റ് ഈച്ച് ട്രാൻസിസ്റ്റർ ഡിവൈസ് ആംപ്ലിഫൈസ് ഓൺലി ഹാഫ് ഓഫ് ദ വേവ് ഫോം. ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ പോസിറ്റീവ് ഹാഫ് ഒരു BJTയും നെഗറ്റീവ് ഹാഫ് അടുത്ത BJT അല്ലെങ്കിൽ അടുത്ത ട്രാൻസിസ്റ്ററോ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. In the class B amplifier, there is no DC base bias current as its quiescent point is 0, so that the DC power is small and therefore its efficiency is much higher than that of class A amplifier. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ പോസിറ്റീവ് ഹാഫ് ഒരു ട്രാൻസിസ്റ്ററും നെഗറ്റീവ് ഹാഫ് വേറൊരു ട്രാൻസിസ്റ്ററും ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് DC ബേസ് ബയാസ് കറണ്ട് ഇല്ല. അപ്പോൾ അതിൻ്റെ DC പവർ കുറവും അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടുതലും ആയിരിക്കും. ക്ലാസ് A ആംപ്ലിഫയറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും. വെൻ ദി ഇൻപുട്ട് സിഗ്നൽ ഗോസ് പോസിറ്റീവ്, ഇനി സർക്യൂട്ട് എക്സ്പ്ലനേഷൻ ആണ്. ഇപ്പോൾ ഇൻപുട്ട് സിഗ്നൽ പോസിറ്റീവ് ആണെങ്കിൽ ദ പോസിറ്റീവ് ബയാസ്ഡ് ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് വെൽ ദ നെഗറ്റീവ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ്. ഈ ഒരു പോസിറ്റീവ് ബയാസ്ഡ് ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും പോസിറ്റീവ് ഹാഫ്. അപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കും. നെഗറ്റീവ് ബയാസ്ഡ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് ഇവിടെ കണ്ടക്റ്റ് ആവും. ദെൻ നെഗറ്റീവ് ഹാഫ് ആകുമ്പോൾ ഈ നെഗറ്റീവ് ബയാസ്ഡ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓൺ ആവും, പോസിറ്റീവ് ബയാസ്ഡ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ ദ ഇൻപുട്ട് സിഗ്നൽ ഗോസ് പോസിറ്റീവ് ദ പോസിറ്റീവ് ബയാസ്ഡ് ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് വെൽ ദ നെഗറ്റീവ് ട്രാൻസിസ്റ്റർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. Likewise, when the input signal goes negative, the positive transistor switches off while the negative biased transistor turns on and conducts the negative portion of the signal. Thus, the transistor conducts only half of the time either on positive or negative half cycle of the input signal. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്റർ ടോട്ടൽ ടൈം പീരീഡിൻ്റെ ഒരു ഹാഫ് ടൈമിലായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. അതൊന്നെങ്കിൽ പോസിറ്റീവ് ആവും അല്ലെങ്കിൽ നെഗറ്റീവ് ആകും. അതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. The push-pull design of amplifier is obviously more efficient than a class A, about 50%. But the problem with the class B amplifier design is that it can create distortion at the zero crossing point of the waveform. ഇപ്പോൾ ഇതിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലാസ് A ആംപ്ലിഫയറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇത് ഓവർകം ചെയ്തെങ്കിലും ക്ലാസ് B ആംപ്ലിഫയറിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഈ വേവ് ഫോം സീറോ ക്രോസ് ചെയ്യുന്ന ടൈമിൽ, അതായത് അതാണ് സീറോ ക്രോസിംഗ് പോയിൻറ്റ്, ആ വേവ് ഫോം സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഡ്യൂ ടു ദ ട്രാൻസിസ്റ്റർ ഡെഡ് ബാൻഡ് ഓഫ് ഇൻപുട്ട് ബേസ് വോൾട്ടേജ് ഫ്രം -0.7 to +0.7. അങ്ങനെ സീറോ ക്രോസിംഗ് പോയിൻറ്റിൽ അതിനൊരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. Then in a class B amplifier, the output transistor is not biased to an on state of the operation until voltage VBB 0.7 volt is exceeded. To overcome the zero crossing distortion, class AB amplifiers were developed. അതായത് ഇപ്പോൾ ഒരു ക്ലാസ് B ആംപ്ലിഫയറിലാകുമ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ഒരു 0.7 വോൾട്ട് കഴിയാതെ അത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അവിടെ ഒരു സീറോ ക്രോസിങ്ങിൽ വേവ് ഫോമിൽ ഒരു ഡിസ്റ്റോർഷൻ വരും. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് AB ആംപ്ലിഫയർ കൊണ്ടുവന്നത്. ക്ലാസ് B ആംപ്ലിഫയറിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ്റെ ഫിഗറാണിത്. ഇതിൽ കണ്ടാൽ മനസ്സിലാവും, സീറോ ക്രോസിങ്ങിൻ്റെ ടൈമിൽ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ, അതിൻ്റെ പൊസിഷൻ ഒന്ന് ഇതായിട്ടുണ്ട്. ഈ രണ്ട് പോയിൻറ്റിലും സീറോ ക്രോസ് ചെയ്യുന്ന ടൈമിൽ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ വന്നിട്ടുണ്ട്. ഇതാണ് സീറോ ക്രോസിങ് ഡിസ്റ്റോർഷൻ. ക്ലാസ് B ആംപ്ലിഫയറിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ്റെ ഫിഗറാണിത്. ഇത് ഓവർകം ചെയ്യാനാണ് നമ്മൾ ക്ലാസ് AB യൂസ് ചെയ്തത്.